നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് യുദ്ധത്തിന് ശേഷം ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ലെബനാനിലേക്കുള്ള യുദ്ധവ്യാപനമാണ്. അതിനുള്ള ഒരുക്കങ്ങളും സന്നാഹങ്ങളും ഒക്കെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങളടക്കം പുറത്തുവരുന്നുണ്ട്. എന്നാൽ മേഖലാ യുദ്ധം ഒഴിവാക്കാൻ ഇസ്രായേലിനും ഹിസ്ബുല്ലയ്ക്കും ഇടയിൽ നയതന്ത്ര നീക്കം ഊർജിതമാക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. മാത്രമല്ല, ഈ ഒരു യുദ്ധം ലെബനാനിലേക്കോ അല്ലെങ്കിൽ ഹിസ്ബുല്ലയ്ക്കെതിരെ ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ അമേരിക്ക നൽകിയിരിക്കുകയാണ്. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് പുതിയ യുദ്ധമുഖം തുറക്കുന്നത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾക്ക് അത് ലക്ഷ്യം നേടില്ല, അത് ഗുണം ചെയ്യില്ല ഇസ്രായേലിന് എന്നൊരു മുന്നറിയിപ്പ് കൂടി അമേരിക്ക ഔദ്യോഗികമായി തന്നെ ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ്. ഇസ്രായേൽ ലെബനാൻ സംഘർഷം ഗൾഫ് മേഖലാ യുദ്ധമായി പടരുമെന്ന മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നയതന്ത്ര മാർഗത്തിലൂടെ സംഘർഷം പരിഹരിക്കാൻ ഇരു കൂട്ടരോടും ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല, പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ പറഞ്ഞ മറ്റൊരു കാര്യം വിനാശകാരിയായ യുദ്ധം ഇസ്രായേലിന് ഗുണം ചെയ്യില്ല എന്നാണ്. നയതന്ത്ര സാധ്യതകളിലൂടെ യുദ്ധം ഒഴിവാക്കാൻ ശ്രമം തുടരുമെന്ന് യോവ് ഗാലന്റ് അറിയിച്ചതായി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കി. ഗാസയിലെ സാധാരണക്കാരുടെ മരണത്തിലുള്ള ആശങ്ക പങ്കുവച്ചതായും കൂടുതൽ സഹായം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം നേടും വരെ ആക്രമണം ഉപേക്ഷിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞിരിക്കുന്നത് ആക്രമണം പൂർണ്ണമായി ഉപേക്ഷിക്കുകയും സൈന്യം ഗാസ വിടുകയും ചെയ്യാതെ ബന്ദിമോചനം മുൻനിർത്തിയുള്ള ചർച്ചകളിൽ കാര്യമില്ല എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം തള്ളിയ നെതന്യാഹുവിന്റെ ഗാസ ക്രൂരതകൾക്ക് അമേരിക്ക തന്നെയാണ് ഉത്തരവാദിയെന്നും ഹനിയ ആരോപിക്കുകയുണ്ടായി. ഗാസ യുദ്ധം അന്തിമഘട്ടത്തിലാണെന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കിയതാണ്. സമ്പൂർണ്ണ വെടിനിർത്തലും ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും ലക്ഷ്യം വയ്ക്കുന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹു തള്ളി. ഗാസയിൽ യുദ്ധം അന്തിമഘട്ടത്തിലാണ്, എന്നാൽ ലക്ഷ്യം നേടും വരെ ആക്രമണം നിർത്തില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ബന്ദികളുടെ മോചനത്തിന് താൽക്കാലികവും ഭാഗികവുമായ വെടിനിർത്തലാകാമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഹിസ്ബുല്ലയെ നേരിടാൻ ഒരു വിഭാഗം സൈന്യത്തെ വടക്കൻ ഇസ്രായേലിലേക്ക് മാറ്റുമെങ്കിലും ഗാസ യുദ്ധം നിർത്തില്ല എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ പുതിയ അപേക്ഷയും നെതന്യാഹു തള്ളി. ഗാസ യുദ്ധം അവസാനിക്കാതെ ലെബനാൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ US സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ അറിയിക്കുകയുണ്ടായി. അതേസമയം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി എല്ലാ സഹായവും തുടരുമെന്നും ജേക്ക് സളിവൻ ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഗാസയിൽ ആക്രമണം നിർത്താനോ സൈനിക പിന്മാറ്റത്തിനോ ഇസ്രായേൽ തയ്യാറല്ലെന്ന് നെതന്യാഹുവിന്റെ പ്രതികരണം തെളിയിക്കുന്നതായി ഹമാസ് നേതാവ് ഖലീൽ അൽ-ഹയ്യയും വ്യക്തമാക്കി. വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കാനും ലെബനാനിൽ അധിനിവേശം നടത്താനുമുള്ള ഇസ്രായേൽ നീക്കം ആ രാജ്യത്തിന്റെ തകർച്ച പൂർണ്ണമാക്കുമെന്നും ഹമാസിന്റെ താക്കീതും മുന്നിലുണ്ട്. ലെബനാൻ യുദ്ധമേഖലയായി മാറുമെന്നും കടുത്ത നടപടികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്നും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഈ ഒരു സ്ഥിതിയിലേക്ക്, അതായത് ലെബനാനിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പക്ഷെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.